നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൻ്റെ നിയുക്ത MLA ശ്രീ അഡ്വക്കേറ്റ് സജീവ് ജോസഫാണ്. കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ UDFൻ്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച സജീവ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ അനുഭവങ്ങളും അതോടൊപ്പം ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. എന്താണ് ജനങ്ങളോട്, വോട്ടർമാരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒരു ചരിത്ര ഭൂരിപക്ഷമാണ് എനിക്ക് നൽകിയത്. ഞങ്ങളെല്ലാം UDFൻ്റെ പ്രവർത്തകരും നാട്ടുകാരും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. എനിക്കറിയാമായിരുന്നു ഒരു ഭേദപ്പെട്ട ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ. കഴിഞ്ഞ പ്രാവശ്യം 10,010 വോട്ടായിരുന്നു. അത് ഇരട്ടിയിൽ അധികമാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് 42,246 വോട്ടിലേക്ക് ഭൂരിപക്ഷം വർദ്ധിച്ചത് അത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വിജയമാണ്. ഇത് നാട്ടുകാരുടെ ഒരു വലിയൊരു അംഗീകാരമായി ഞാൻ കാണുകയാണ്. എനിക്കറിയാം ഇത് എൻ്റെ ഒരു കഴിവിന് കിട്ടിയ വോട്ടായി ഞാൻ കാണുന്നില്ല. മറിച്ച് ഞാൻ അവരോടൊപ്പം 5 വർഷക്കാലവും ഞാൻ കൊടുത്തൊരു വാക്ക് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നായിരുന്നു. ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നായിരുന്നു. അത് പരിശ്രമിച്ചു. പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കുറേയൊക്കെ ബാക്കിയുണ്ടാകാം. എങ്കിലും നാട്ടുകാരെ കൂടെ നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്, കുറേ നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ചത്, അതിനൊക്കെ നാട്ടുകാർ നൽകിയ ഒരു വലിയ സമ്മാനമായി ഞാനതിനെ കാണുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്ത് ഇരുന്ന MLA ആണ് താങ്കൾ. അതുകൊണ്ട് തന്നെ പരിമിതികൾ ഒരുപാടുണ്ടാകും. ഒരു മണ്ഡലത്തിൽ പദ്ധതികൾ നേരത്തെ നമ്മുടെയുമായിട്ടുള്ള അഭിമുഖത്തിൽ തന്നെ താങ്കൾ അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇനി ഭരണപക്ഷത്തെ MLA ആണ്. എന്തൊക്കെയാണ് ഒരു ഭാവന ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. ഞാനത് ചോദിക്കാൻ കാരണം, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുപക്ഷം പ്രധാനമായും ഉയർത്തിയത് മണ്ഡലത്തിൽ വികസനമില്ല എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ കൂടുതലായി ഉയർത്തിയത്. അതങ്ങ് ശ്രദ്ധിച്ചിരുന്നോ? അതിൽ നിന്ന് ഒന്ന് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? തീർച്ചയായും ജനങ്ങൾ വികസനം കൂടുതലായി ആഗ്രഹിക്കും. പരമാവധി ചെയ്യേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. പൊതുവെ ഇന്നത്തെ കാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷമാണ് ആകട്ടെ, എതിർ സ്ഥാനാർത്ഥികളാകട്ടെ, ഇത്തരം ആരോപണങ്ങൾ അവർക്കതാണ് ഉന്നയിക്കാൻ സാധിക്കുക. അത് ഉന്നയിക്കുക തന്നെ ചെയ്യും. ഇവിടെയും വന്നിരിക്കുന്ന അന്നത്തെ വിമർശനങ്ങളെ ഞാനത് നല്ല ഒരർത്ഥത്തിലാണ് എടുത്തത്. ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാൻ അർഹതയുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അവർക്കും അറിയാമായിരുന്നു ഇതിൽ ചെയ്യാനുള്ള പരിമിതികൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. ഒരു പ്രതിപക്ഷ MLAക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാം. അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ MLA ആയിരുന്ന ഘട്ടത്തിലും ഇത്രയേറെ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് മനസാക്ഷിയോടൊരു ആത്മാർത്ഥമായ എനിക്ക് നീതി പുലർത്താൻ സാധിച്ചിരുന്നു. അത് ജനങ്ങൾക്കറിയുകയും ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ഒരു ഭരണപക്ഷ MLA എന്ന നിലയിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും, വളരെ കൂടുതൽ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ പ്രയോറിറ്റികൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. 100% ചെയ്യാൻ ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് സാധിക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും ചെയ്യാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം ഫണ്ടിൻ്റെ ഷോർട്ടേജാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ മലയോരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് വലിയ ഫണ്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എക്കാലത്തും UDF മലയോര മേഖലയ്ക്കൊരു പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട്. മലയോര പാക്കേജ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം മലയോരത്തിൻ്റെ സവിശേഷ പ്രാധാന്യവും ഇവിടുത്തെ ഏറ്റവും കൂടുതലായ ആവശ്യങ്ങളും സർക്കാരിനെ ബോധ്യപ്പെടുത്തി പ്രത്യേകമായ പദ്ധതികൾ കൊണ്ടുവരിക, പരമാവധി ഫണ്ട് വാങ്ങിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. അത് വിജയിക്കും എന്നെനിക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം ഏതെങ്കിലും മേഖലയിൽ കുറവ് വന്നിട്ടുണ്ടോ അതൊക്കെ പരിഹരിക്കാനുള്ള വർഷമാണ് ഈ 5 വർഷക്കാലം. ഇതൊരു സുവർണ്ണ കാലഘട്ടമായിരിക്കും വികസനത്തെ സംബന്ധിച്ച് ഇരിക്കൂറിനെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടം ഞാൻ അതൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്. പല വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഓർമ്മയിൽ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വ്യത്യസ്തരായ മനുഷ്യരെ നേരിട്ട് കാണാൻ കഴിയുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരിഭവങ്ങൾ, അവരുടെ വേദനകൾ, അതൊക്കെ അറിയാൻ ഉള്ളൊരു അവസരം കൂടിയാണ് ഈ പ്രചരണ കാലഘട്ടം എന്ന് പറയുന്നത്, വോട്ടെടുപ്പിന് മുമ്പുള്ള. അങ്ങനെ ഒരു അവിസ്മരണീയമായ ഒരു അനുഭവം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ ഏതെങ്കിലും ഇപ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി കഴിയും?
ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നാലും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ മേഖലകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നത്. 5 വർഷക്കാലം താങ്കൾ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ എല്ലായിടത്തും പോകുമായിരുന്നു, വീടുകളിൽ പോകുമായിരുന്നു. അപ്പോഴൊക്കെ കണ്ടതുപോലെയും അല്ലാതെയുമുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും അവരുടെ കൂടെ നിന്നതിൻ്റെ ഒരു സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് സാധാരണക്കാരിൽ നിന്നാണത് കാണാൻ സാധിച്ചത്. അവരുടെ കൂടെ ആയിരുന്ന സന്ദർഭങ്ങളെയൊക്കെ ഓർത്ത് അവർക്ക് വേണ്ടി ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവർ എത്രമാത്രം വലുതായി എടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ വിദൂര സ്ഥലത്ത് നിന്ന് വന്ന അനുഭവമൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന്, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചതിനോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയതിനോ ഒക്കെ അവർ അതിനൊരു നന്ദി സൂചകം പോലെ എന്നെനിക്ക് തോന്നുകയാണ്. അവർ കൈക്കുഞ്ഞുമായിട്ടൊക്കെ വളരെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്ന് സാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, അല്ലെങ്കിൽ ഒരു സന്തോഷം, സംതൃപ്തി, അത് വളരെ വലുതായിരുന്നു. എനിക്കത് വലിയ സന്തോഷമുണ്ടാക്കിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു വലിയ അംഗീകാരമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഒരു നല്ല ഭൂരിപക്ഷത്തിലേക്ക് പോകും. ഞാൻ മിനിമം 20,000 പ്രതീക്ഷിച്ചത്. അത് 30,000 വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഞാനത് ഇവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതലായി വോട്ട് വരുമ്പോൾ കൂടുതലും ഈ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായൊരു സപ്പോർട്ട് കിട്ടിയിരുന്നു. പിന്നെ എല്ലാവരും ഞങ്ങൾ UDF ഒരു ടീം എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. UDFൻ്റെ നല്ലൊരു ടീം വർക്ക്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ പോരായ്മകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം, പക്ഷേ എല്ലാവരും നന്നായി സഹകരിച്ചു. അപ്പോൾ അതിനുകൂടി കിട്ടിയ നമ്മുടെ വർക്കേഴ്സായിരുന്നു വീട് കയറാനും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ഒറ്റ ടീമായി നിന്ന UDFൻ്റെ പ്രവർത്തകർ. അവർക്ക് ഞാൻ ഈ ഒരു വിജയം സമ്മാനിക്കുകയാണ്. കാരണം അവരാണ്, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ലീഡർഷിപ്പിൻ്റെ സപ്പോർട്ട്, സഹപ്രവർത്തകരുടെ സപ്പോർട്ട്, ഈ ബൂത്തുകളിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത, UDFന് വേണ്ടി വർക്ക് ചെയ്ത പ്രവർത്തകർ, അവരെയൊക്കെ ഞാൻ നന്ദിയോടെ വർക്ക് ചെയ്യാണ്. ഇനിയാണ് UDF മികച്ച നിലയിലുള്ള ഒരു വിജയം സംസ്ഥാനത്താകെ കൈവരിച്ചു. ഇനിയിപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കണം. 2-3 പേരുകൾ ഇപ്പോഴും വാർത്തകളിൽ നിറയുകയാണ്. VD സതീശൻ ഈ പ്രതിപക്ഷ നിരയെ നയിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് അതിനകത്ത് അർഹതയുണ്ട് എന്നുള്ള വാർത്ത വരുന്നു. രമേശ് ചെന്നിത്തല സീനിയർ നേതാവ് എന്നുള്ള നിലയിലുണ്ട്. KC വേണുഗോപാൽ ഒട്ടും അനർഹനല്ല എന്നുള്ള നിലയിലുള്ള വാർത്തകളും പ്രചരണങ്ങളും ഉണ്ട്. ഈ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു താല്പര്യമോ ആ നിലയിലുള്ള ഒരു ചർച്ചയോ എന്തെങ്കിലും അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പ്രത്യേകിച്ച് പറയാൻ സാധിക്കുമോ? ഇതുവരെ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. പാർട്ടിക്ക് അതിൻ്റേതായ ഒരു വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. നേതാക്കന്മാരുമായും MLA-മാരുമായും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുമായിട്ടുള്ള ഒരു ആലോചന ഇക്കാര്യത്തിൽ നടത്താറുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എല്ലാ കാലത്തും അനുവർത്തിച്ചു വരുന്ന ഒരു സമീപനം തന്നെയായിരിക്കും ഇപ്രാവശ്യവും. എല്ലാ സ്റ്റേറ്റിലും എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്നു. എല്ലാം വളരെ സ്മൂത്തായിട്ടായിരിക്കും ആ തെരഞ്ഞെടുപ്പ്. അത് സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ കുറേ പെരുപ്പിച്ച് കാണിക്കുന്ന വാർത്തകളാണ്. ICC അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെ പാലിച്ച് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല ഒരു തീരുമാനം, ഏറ്റവും മികച്ചൊരു തീരുമാനമായിരിക്കും അക്കാര്യത്തിലുണ്ടാകുക. അത് സംബന്ധിച്ച് ഞങ്ങളോടൊന്നും ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ആ നടപടിക്രമങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും. UDFൻ്റെ നല്ലൊരു ടീം വരും. ഇപ്പോൾ പറഞ്ഞ പേരുകളൊക്കെ എല്ലാം നല്ല പേരുകൾ തന്നെയാണ്. അതെല്ലാം പരിഗണിക്കപ്പെടും. അല്ലെങ്കിൽ ഇനി വേറെ പേരുകളും പരിഗണിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ ആ തീരുമാനം വളരെ നല്ല നിലയിൽ തന്നെ എല്ലാവരും ഒരു മനസ്സോടെ സ്വീകരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒരു വാർത്ത, അത് എന്തായാലും ഈ ഘട്ടത്തിൽ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം KC വേണുഗോപാൽ തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ നിലവിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാത്ത നേതാവുമാണ്. സ്വാഭാവികമായിട്ടും നിയമസഭാ അംഗമാവുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. നിലവിൽ സജീവ് ജോസഫ് മാറി നിൽക്കേണ്ടി വരുമെന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെയുള്ള ഒരു തോന്നൽ അങ്ങയെ സംബന്ധിച്ച് വ്യക്തിപരമായെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ സ്വീകരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ വരുന്നതും ചർച്ചകളും താങ്കളുടെ ചോദ്യവും ഒക്കെ വളരെ സാങ്കല്പികമായ ചോദ്യങ്ങളാണ്. അപ്പം അത്തരത്തിൽ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് ഞാനാണല്ലോ. ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ പാർട്ടിയോടൊപ്പം എന്നും നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പാർട്ടിയാണ് അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം
അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ എന്നെ വിജയിപ്പിച്ച ജനങ്ങളും എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഒരു പാർട്ടിയുടെ പാർട്ടിയെ നല്ല അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നോട്ട് പോവുക. പാർട്ടി പറഞ്ഞാൽ പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ. ഞാനല്ല, എല്ലാ MLA മാരും അങ്ങനെ തന്നെയാണ്. പാർട്ടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. തീർച്ചയായും. ഈ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദനെ സന്ദർശിക്കട്ടെ, ഗോവിന്ദൻ മാഷയെ സന്ദർശിക്കുകയുണ്ടായി. തളിപ്പറമ്പിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി. നിങ്ങൾ അടുത്തടുത്ത മണ്ഡലം എന്നുള്ള നിലയിലും ആ നിലയിലുള്ള ഒരു സൗഹൃദം ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി സംഭവിച്ച ഒരു കുറേ അടിയൊഴുക്കുകളുണ്ട്. എങ്ങനെയാണ് പൊതുവെ ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ആളെന്നുള്ളതിൽ അതിനെ വിലയിരുത്തുന്നത്? ആ ഒരു മാറ്റം വലിയ നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറം മാറ്റം വളരെ പ്രകടമാണ്. CPM-ൻ്റെ അണികൾ മാത്രമല്ല, പ്രവർത്തകരും ഈ വോട്ട് പിടിക്കാൻ പോകുന്നവരും ഒക്കെ മാറ്റി വോട്ട് ചെയ്തു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ വിസിബിളാണ്, വളരെ പ്രകടമാണ്. അപ്പോൾ അത് വന്നിരിക്കുന്നത് ഈ CPM-ൻ്റെ ഈ ഏകാധിപത്യത്തിൻ്റെ ഒരു സീമ ലംഘിച്ചു. പണ്ടുകാലം മുതൽ ഞങ്ങൾ പറയുന്നതാണ്, അന്ന് പലരും അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ CPM-ൻ്റെ അണികൾ ഇത് ആഹ്ലാദിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി. കാരണം ഇത് CPM-നെ നന്നാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി എന്ന നിലയിലാണ് പല CPM പ്രവർത്തകരും കാണുന്നത്, അവരുടെ സംസാരത്തിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് നേതൃത്വത്തിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ, അത് ഒരുപക്ഷെ കമ്മ്യൂണിസത്തിനെതിരെ ഒന്നും ഉള്ള ഒരു വോട്ടായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നേതൃത്വത്തെ തിരുത്താനും അതിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ, ഒരിക്കലും ഒരു മാറ്റവും പ്രതീക്ഷിക്കാത്ത പയ്യന്നൂരും തളിപ്പറമ്പിലും വന്നിരിക്കുന്ന ഈ മാറ്റം. അപ്പോൾ അത് CPM അത് നല്ല അർത്ഥത്തിലെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ ജനാധിപത്യ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. എല്ലാ സീമകളെയും ലംഘിച്ച ഈ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് മാറി തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്ന BJP-യേക്കാൾ വലിയ ഒരു വലതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന, പലപ്പോഴും BJP-യുമായി കോംപ്രമൈസ് ചെയ്യുന്ന, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയുമായി CPM BJP ആയിട്ടുള്ള ബന്ധം അത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം അതെല്ലാം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ്. അതൊന്നും CPM-ൻ്റെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. ആ നിലയിലുള്ള ഒരു വലിയൊരു മാറ്റം, അതിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന ഒരു കൃത്യമായ തോന്നലാണ് അവർ ചെയ്തിരിക്കുന്ന അവരുടെ വോട്ടുകൾ. അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ചലനം നമ്മുടെ ജില്ലയിലും കേരളത്തിൽ പൊതുവെയും ഉണ്ടാക്കും. കാരണം ഈ പയ്യന്നൂരും തളിപ്പറമ്പും ഇതിങ്ങനെ ആകാൻ സാധിക്കുമെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇത് നടക്കും. ഇപ്പോൾ ധർമ്മടത്തെ വിധിയാണെങ്കിലും മട്ടന്നൂരെ വിധിയാണെങ്കിലും എല്ലായിടത്തും വന്നിരിക്കുന്ന മാറ്റം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഈ തൊട്ടപ്പുറത്ത് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും നല്ല വിജയം കൈവരിച്ചു. ഇപ്പുറം വന്നു കഴിഞ്ഞാൽ താങ്കളും ഇവിടെയുണ്ട്. ഇരിക്കൂറിനൊരു മന്ത്രിയെ കിട്ടുമോ? ഞാൻ ഒരിക്കലും ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വ്യക്തിപരമായി പറയുന്നത്, പാർട്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ബഹുമാനായ സണ്ണി ജോസഫ് KPCC-യുടെ പ്രസിഡൻ്റാണ്. ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പല ഘടകങ്ങളും അതിന് മാനദണ്ഡമാണ്. അദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ എല്ലാ ജില്ലകൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യം കൊടുക്കണം, മറ്റ് പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടത്തിൽ ഞാനില്ല. തീർച്ചയായും. ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി സമീപിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ഘടകകക്ഷികളായിട്ടുള്ള ചെറിയ പാർട്ടികൾ എന്ന് അവർ ആ അർത്ഥത്തിൽ പറയുന്നതല്ല, ഒന്ന് ഈ അവരുടെ ഒരു സാങ്കേതികമായി ചെറിയ പാർട്ടികൾ കുറച്ച് നല്ല നിലയിൽ പുറകോട്ട് പോകുന്നു. ഇപ്പോൾ LDF-ലാണെങ്കിൽ മാണി കോൺഗ്രസ് അടക്കം മത്സരിച്ച 12 സീറ്റിലും എന്ന് പറഞ്ഞതുപോലെ 0-ലേക്ക് പോയി. അങ്ങനെ ഈ ചെറുകക്ഷികളുടെ ഒരു 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 പതനം ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ട്. കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചെറുകക്ഷികളുടെ പതനത്തെ സംബന്ധിച്ച് അത് ചില പാർട്ടികളൊക്കെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, അർഹിക്കുന്ന ഒരു പതനമാണ്. കാരണം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി കൂടുമാറുന്ന ആളുകളെ സംബന്ധിച്ച്, കക്ഷികളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ അതാണ്. കേരള കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായിരുന്നു. അവരിതിൽ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർക്കും ചിലപ്പോൾ ന്യായങ്ങളുണ്ടാകാം. പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെ, അത്തരം ഈ സാഹചര്യങ്ങളിലൊക്കെ കുറേ കൂടി പക്വതയോടെ, വിട്ടുവീഴ്ചയോടെ
ക്ഷമയോടെ പരസ്പരം, അതെ, ഒരു പാർട്ടി മാത്രമല്ല, പരസ്പരം ക്ഷമിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് ഉള്ള ഒരു സൂചനയും അതിൻ്റെ ഒരു സന്ദേശവുമാണ് ഇതിലൂടെ നൽകുന്നത്. കാരണം ഈ കേരള കോൺഗ്രസിന് UDFൻ്റെ ഭാഗമായി നിൽക്കാനേ സാധിക്കുള്ളൂ. അവരുടെ നിലപാടുകൾക്ക് അനുസൃതമായ ഒരു മുന്നണി UDF ആണ്. ഇടതുപക്ഷത്ത് ചേർന്ന് ഒട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയല്ല സംവിധാനമല്ല കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിന് അതിൻ്റെതായ അവരുടെ തന്നെ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ അവരുടെ ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള അവരുടെ സമീപനം അത് ഒട്ടും ചേർന്ന് പോകുന്ന മുന്നണിയായിരുന്നില്ല ഇടതുപക്ഷ മുന്നണി. അപ്പം അത് ഒട്ടും അവർക്കത് സെറ്റാകുന്നതല്ലായിരുന്നു. പക്ഷെ താൽക്കാലികമായി അവർക്ക് അന്ന് നേട്ടമുണ്ടായി, അവർ പോയി. അപ്പോൾ അത് ശാശ്വതമല്ലായിരുന്നു. അതാണ് ഇപ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും അവരത് ഉൾക്കൊണ്ടില്ല. അവർ ഏറ്റവും കൂടുതൽ കർഷകർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്, കെ മാണി സാർ ഉൾപ്പെടെ. അപ്പോൾ അതിൽ നിന്ന് വളരെ ബഹുദൂരം അവർ മാറി വിട്ടുപോയി. കർഷകരെ പൂർണ്ണമായും അവർ മറന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഈ കർഷക വിരുദ്ധ സമീപനമായിരുന്നു ഏറ്റവും വിസിബിളായിട്ടുള്ള അവരുടെ ഒരു സമീപനം. കർഷകരോടൊരു ശത്രുതാ മനോഭാവമായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റേത്. അപ്പോൾ അവിടെ ഒന്ന് ചോദ്യം ചെയ്യാൻ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല, അവർക്ക് തെറ്റിദ്ധരുത്താൻ സാധിച്ചില്ല. അപ്പോൾ അത് ഒരു ശക്തമായ ഒരു ഷോക്ക് അവർക്ക് കൊടുത്തു. കാരണം കർഷകരെ സഹായിക്കുന്ന സമീപനം ഇടതുപക്ഷത്ത് നിന്ന് ചെയ്യാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാതെയാണ് ഈ ഒരു കർഷക പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് അവരുടെ നിന്നത്. അപ്പോൾ അത് ഒട്ടും ചേർന്ന് പോകുന്നതായിരുന്നില്ല, അത് താൽക്കാലികമായിരുന്നു. ഇനി അത് വലിയ പ്രയാസമാണ് അവർക്ക് തിരിച്ചു വരാൻ. ഞാൻ പറഞ്ഞത് ഒരു സാധാരണ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാൻ. പക്ഷേ എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം തെറ്റുകൾ സ്വാഭാവികമായിരിക്കാം, അത് തിരുത്തി ഇത്തരത്തിലുള്ള ചെറു പാർട്ടികളാണെങ്കിലും അവരുടെ നിലപാടുകൾ ശാശ്വതമായ ആ നിലപാടുകൾക്കൊപ്പം ചിലപ്പോൾ താൽക്കാലികമായ പരാജയമുണ്ടെങ്കിലും നിൽക്കണമെന്നുള്ളതാണ് പൊതുവെ ജനം നമുക്ക് നൽകുന്ന ഈ ജനവിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് പാർട്ടിയാണെങ്കിലും, ഞാനൊരു പാർട്ടിയെ പറയുന്നതല്ല. അപ്പോൾ അവർ ചേരാത്തൊരു സമീപനവുമായിട്ടാണ് അവർ പോയത്. അവസാനമായി താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കാണുകയോ വിളിക്കുകയോ അഭിനന്ദനം അറിയിക്കുകയോ അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി എന്താണ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ഞാൻ കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചു, സൗഹൃദം പങ്കിട്ടു. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പൊതുവെ ഇരിക്കൂറിലെ രാഷ്ട്രീയ സ്ഥിതി, സാമൂഹ്യ സാഹചര്യങ്ങൾ, സർക്കാരിനെതിരെയുള്ള നല്ല ജനങ്ങളുടെ ഒരു വികാരം, അതൊക്കെയാണ് ഇവിടെ പ്രകടമായത്. അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. വളരെയധികം നന്ദി. എന്തായാലും നിലവിലും MLA ആണ്, നിയുക്ത MLA-യുമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കരുത്തും ഉണ്ടാകട്ടെ. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ പിന്തുണ അതൊരു വലിയ കരുത്തായി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.